ബി.ജെ.പി. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. എന്നാൽ ആ പാർട്ടിയെ കാലുകുത്തിക്കാൻ ഇടം നൽകില്ല എന്നാണ് കേരളത്തിലെ ഇടതും വലതും പറയുന്നതും പ്രവർത്തിക്കുന്നതും. നാളിതുവരെ ആ ഇടതിൻ്റെയും വലതിൻ്റെയും സ്വപ്നം എന്താണോ അതിനൊപ്പം തന്നെയാണ് സംസ്ഥാന ബി.ജെ.പി. ഘടകവും നീങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് പതുക്കെ ബി.ജെ.പി. കേരളത്തിൽ പിടിമുറുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ കുറേ നാളുകളായി ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം ചലിക്കുന്നത്. ഇത് നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്നതല്ല. ഇതിനൊരു തുടക്കം നാം കണ്ടത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പായിരുന്നു. അന്ന് പ്രധാനമന്ത്രിയും ബി.ജെ.പിയും പറഞ്ഞത് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തു നിന്നും കേന്ദ്രഭരണ പ്രദേശത്തു നിന്നും ദ്രൗപദി മുർമുവിന് വോട്ട് കിട്ടണം, ആ വോട്ടിലൂടെ വേണം രാഷ്ട്രപതിയാകാനെന്ന്. അന്ന് കേരളത്തിലെ ഇടതിനും വലതിനും ഒന്നിച്ചു നിന്ന് പറഞ്ഞു കേരളത്തിൽ നിന്ന് ഒരു വോട്ടും ആ സ്ഥാനാർത്ഥിക്ക് ലഭിക്കില്ല എന്ന്. സംസ്ഥാന ബി.ജെ.പി. ഘടകം മൗനത്തിലായിരുന്നു. കാരണം അവർക്കും വലിയ പിടിയില്ല. പക്ഷേ വോട്ടെണ്ണിയപ്പോൾ കിട്ടി കേരളത്തിൽ നിന്നും ഒരു വോട്ട്. അതായിരുന്നു നമുക്ക് വിസിബിളായിട്ടുള്ള ബി.ജെ.പിയുടെ കടന്നുകയറ്റമെന്ന് തന്നെ പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ബി.ജെ.പി. കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കേവലം ഒരു പത്മജ വേണുഗോപാലിനെ കൊണ്ട് കോൺഗ്രസിനെ കൺഫ്യൂഷനാക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. വടകരയിൽ ജയിച്ചു കയറുമായിരുന്ന മുരളീധരനെ അവർ തൃശ്ശൂരേക്ക് മാറ്റിയാൽ ഉള്ള ഒരു പ്രേരകമായതും ബി.ജെ.പിയുടെ ഈ നീക്കം തന്നെയാണ്. പത്മജ ദില്ലിയിലെത്തി ബി.ജെ.പിയുടെ അംഗത്വം സ്വീകരിച്ചത് സംസ്ഥാന ഘടകം അറിഞ്ഞിരുന്നില്ല എന്നും ചില വാർത്തകൾ വരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല. എങ്കിൽ പോലും ആ ഒരു നീക്കത്തിലൂടെ അവിടെ നടന്ന രണ്ട് വമ്പൻ നീക്കങ്ങളാണ്. വടകരയിലേക്ക് പാലക്കാടിൻ്റെ സ്വന്തം ഷാഫി എത്തുകയും ചെയ്യുന്നു. അതായത് തൃശ്ശൂരിലും വടകരയിലെയും സ്ഥാനാർത്ഥികൾ ആരെയെന്നും തീരുമാനിക്കാനുള്ള കരുത്തിലേക്ക് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. ബി.ജെ.പി. കേരളത്തിൽ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, പതുക്കെ ബി.ജെ.പി. കേരളത്തിൽ പിടിമുറുക്കുന്നു. അവർ തീരുമാനിക്കുന്നത് പോലെ രാഷ്ട്രീയം മുൻപോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുമാത്രവുമല്ല, വരും ദിവസങ്ങളിലും ഇടതിലും വലതിലുമുള്ള പലരെയും ബി.ജെ.പി. നോട്ടമിട്ടിട്ടുണ്ടെന്നും അവർ ബി.ജെ.പിയിലേക്ക് എത്തുമെന്നുമാണ് വാർത്ത. അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ മാത്രം നാം കാണുകയും അവരെ നോക്കി ചിരിക്കുകയും ചെയ്ത ഇടതിനും വലതിനും ഒന്ന് ഭയക്കുക തന്നെ ചെയ്യും. കാരണം ബി.ജെ.പിയുടെ പൊളിറ്റിക്സ് അങ്ങനെയൊക്കെയാണ്. ആ പൊളിറ്റിക്സ് കേരളത്തിലും വേരോടുമെന്നവർ തെളിയിക്കുകയാണ്. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ കൂടെ കിടക്കുന്ന നേതാക്കന്മാരെ സൂക്ഷിക്കേണ്ട കടമയിലേക്ക് UDF ആയാലും LDF ആയാലും മാറുന്ന ഒരു സ്ഥിതിവിശേഷം എത്തും. ഏതായാലും ബി.ജെ.പി. കേരളത്തിൽ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ജയിക്കുന്നതിന് മുമ്പ് തന്നെ അവർ അടിത്തറ പാകിക്കഴിഞ്ഞിരിക്കുന്നു. കേരള പൊളിറ്റിക്സ് എങ്ങനെ ചലിക്കണമെന്നവർ തീരുമാനിച്ചു തുടങ്ങിയിരിക്കുന്നു. ആദ്യം കൈവച്ചത് കോൺഗ്രസ്സിലായിരുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെപ്പോലും മാറ്റിമറിക്കാൻ തക്ക കരുത്തുള്ള തീരുമാനങ്ങളുമായി അവർ മുൻപോട്ട് പോകുന്നു. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇടതുപാളയത്തിലും വിള്ളലുകൾ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളായിരിക്കാം. പ്രത്യക്ഷത്തിൽ നമുക്ക് നിസ്സാരമൊന്നും ആയി തോന്നാവുന്ന ചില കാര്യങ്ങൾ, പക്ഷേ അത് ഭാവിയിൽ അത് വലിയ രീതിയിലുള്ള വിള്ളലുകളായി രൂപപ്പെടും. ആ വിള്ളലുകളിലൂടെ ഇടതിൻ്റെയും വലതിൻ്റെയും മണ്ണ് ഒലിച്ചിറങ്ങുമെന്ന് ബി.ജെ.പിക്ക് നന്നായി അറിയാം. അവരിത് ആദ്യമായിട്ടല്ല പരീക്ഷിക്കുന്നത്. ചുവന്നു തുടുത്ത ബംഗാളിലും ത്രിപുരയിലുമൊക്കെ അവരിത് ഭംഗിയായി തന്നെ വിജയിപ്പിച്ചെടുത്ത ചരിത്രമാണ്. ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിപുരയിലെത്തുമ്പോൾ അദ്ദേഹത്തെ ശ്രവിക്കാനെത്തിയത് കേവലം 5000 പേരായിരുന്നു. വർഷം 2 കഴിയും മുമ്പ് ലക്ഷങ്ങൾ പങ്കെടുത്ത റാലിയിലാണ് നരേന്ദ്രമോദി ത്രിപുരയിൽ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നത്. പിന്നാലെ കേട്ട വാർത്ത ത്രിപുര ചുവപ്പിൽ നിന്നും കാവിയിലേക്ക് മാറിയ കാഴ്ചയാണ്. അതിന് സമാനമായ രീതിയിലാണ് കേരളം. ഏതായാലും ത്രിപുരയും ബംഗാളും പോലെ അടിയുറച്ച കട്ടക്കമ്മികളോ ഇല്ലെങ്കിൽ അടിയുറച്ച കോൺഗ്രസ്സുകാരോ ഇല്ലാത്ത നാടാണ് കേരളം. ഇവിടെ ഒന്ന് ആഞ്ഞ് ചരട് വലിച്ചാൽ പലതും ഇടിഞ്ഞു വീഴുമെന്ന് കേന്ദ്ര നേതൃത്വത്തിനറിയാം. ഇത്രയും നാൾ അവർ അത് ചെയ്യാതിരുന്നത് സംസ്ഥാന നേതൃത്വം മുൻപോട്ട് പോകട്ടെ എന്ന് തന്നെ കരുതിയിട്ടാണ്. പക്ഷേ ഇനി അത് മുൻപോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടോ ഇല്ലെങ്കിൽ മുൻപോട്ട് പോകാനുള്ള കരുത്ത് ഉണ്ടാകില്ല എന്ന് തോന്നിയിട്ടാണോ അറിയില്ല. ഏതായാലും ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ആ രീതിയിലാണ് മുൻപോട്ട് പോകാൻ. ഒരുപക്ഷെ PC ജോർജ് വരുമ്പോൾ പലരും ട്രോളൊന്നുണ്ടാകാം, ജോർജിനെ കിട്ടിയിട്ട് എന്ത് നേടാനെന്ന്. ജോർജ് ഒറ്റയ്ക്ക് നിന്ന് പൂഞ്ഞാറിൽ 2ാം സ്ഥാനത്തെത്തിയത് ഓർക്കണം. സ്വതന്ത്രനായി നിന്നാലും ഏതെങ്കിലും ഒരു ലേബലിൽ നിന്നാലും ഒക്കെ PC ജോർജിന് ശരാശരി വോട്ടുള്ള ഒരു നേതാവ് തന്നെയാണ്. ചെറുതായാലും വലുതായാലും അല്പം ജനപിന്തുണ ജോർജിന് ഉണ്ട്. ജോർജ് വന്നത് വെറുതെ ആകില്ല. പത്മജ വന്നുകൊണ്ട് എന്താണ് നേട്ടമെന്ന് ചോദിച്ചാൽ പത്മജ വന്നുകൊണ്ട് മുരളീധരന് തൃശ്ശൂർ മത്സരിക്കേണ്ടി വന്നു. വരും ദിവസങ്ങളിൽ മുരളീധരനെ വെള്ളം കുടിപ്പിക്കാൻ പത്മജയ്ക്കാകും. പത്മജ വന്നതുകൊണ്ട് ബി.ജെ.പിക്ക് നേട്ടമുണ്ടാകില്ല. പക്ഷേ കോൺഗ്രസിന് അല്പസ്വല്പം കോട്ടം ഉണ്ടാക്കാനും അത് കഴിയും. ഇടതുപാളയത്തിലും ചെറിയ സംശയങ്ങൾ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു. ഇടത് നേതാക്കളും ഇപ്പോൾ അന്ധമായി ബി.ജെ.പിയെ എതിർക്കുന്നില്ല. കാരണം അവരും ചില പരുങ്ങലിലാണ്. അത് അങ്ങ് നീണ്ടു കിടക്കുന്നത് EDയുടെ വഴികളിലേക്കാണ്. ഇങ്ങനെയൊക്കെയാണ് കേരള രാഷ്ട്രീയം മാറിമറിയുന്നത്. 2024 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, 2024 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഇടതിൻ്റെയും വലതിൻ്റെയും രാഷ്ട്രീയ നിയന്ത്രണം ബി.ജെ.പിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ കയ്യിൽ തന്നെയാകും. ഇവിടെയാണ്
ആടെന്ന് പറയുന്ന സിനിമയിലെ ഒരു നല്ല ഡയലോഗ് നമുക്ക് ഓർമ്മ വരുന്നത്. കേരളത്തിൻ്റെ ചുമതലയുള്ള അല്ലെങ്കിൽ സംസ്ഥാന BJP ഘടകം ഇവിടെ നടക്കുന്ന മാറ്റങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല, പലരും എത്തുമ്പോഴാണ് ഇവർ അറിയുന്നതെന്നാണ് ചില മാധ്യമ വാർത്തകളുള്ളത്. അത് സത്യമുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എങ്കിലും ആ സിനിമയിൽ പറയുന്ന ഡയലോഗ്, ഷാജിയേട്ട നമ്മളറിയാതെ തന്നെ അധോലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ആനയുടെ വലിപ്പം ആനയ്ക്കറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ചില നേതാക്കളുടെ പോക്കും. ആ ഒരു ശക്തിയും ആ ഒരു സൗകര്യം ഇപ്പോഴുള്ളിടത്ത് സമയത്ത് പാർട്ടിക്ക് ശക്തമായി വളരാൻ കഴിയും. എന്തുകൊണ്ട് വളരാൻ കഴിയുന്നില്ല എന്ന് ചോദ്യം ചോദിച്ചാൽ ഇരിക്കുമ്പോഴാണ് ഒട്ടും സമയം കളയാൻ കഴിയാത്ത കേന്ദ്ര നേതൃത്വം ഇവിടെ ഇടപെടുന്നതും കൃത്യമായി നീക്കങ്ങൾ നടത്തുന്നതും. വരും ദിവസങ്ങളിൽ ഏതായാലും കൂടുതൽ നേതാക്കന്മാർ എത്തുമ്പോൾ അത് വലിയ ചലനം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ആ നേതാവ് എത്തുന്ന ആ സ്ഥലത്ത് ഒരു വാർഡിൽ ഒരു പഞ്ചായത്തിലെങ്കിലും ചലനം സൃഷ്ടിക്കാനായാൽ അത് BJPയുടെ നേട്ടമാണ്. ഒപ്പം തന്നെ വരും കാലങ്ങളിൽ LDFനും UDFനുമൊക്കെ അവരുടെ നേതാക്കളെ സംശയത്തോടെ നോക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ആ നേതാക്കളെ ചേർത്ത് പിടിച്ച് നടക്കേണ്ടി വരും. കൈയൊന്ന് വിട്ടുപോയാൽ ചെന്ന് കയറുന്നത് കാവിക്കൂടാരത്തിലാകും. അപ്പുറത്ത് നിൽക്കുന്നത് വെറും ആളുകളല്ല, അവർക്ക് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി തഴക്കവും പഴക്കവുമുള്ളൊരു പാർട്ടി, സർവാധികാരങ്ങളുമുള്ളൊരു പാർട്ടി. അവരൊന്ന് ഞൊടിച്ചാൽ എന്തും സംഭവിക്കും ഈ രാജ്യത്തെന്ന് തെളിയിച്ചിട്ടുള്ള പാർട്ടി. ഒരു രാത്രി കൊണ്ട് പോയിട്ട് ഒരു മണിക്കൂർ കൊണ്ട് പല സംസ്ഥാനങ്ങളിലെയും ഭരണങ്ങൾ മാറ്റിമറിച്ച ചരിത്രമുള്ള പാർട്ടി. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഇടതിനും വലതിനും ഭയക്കേണ്ടിയിരിക്കുന്നു. കേരളം ചാണകം ചവിട്ടില്ല എന്നൊക്കെ നമുക്ക് ആലങ്കാരികമായി പറയാൻ കഴിയും. BJPക്ക് കേരളത്തിൽ സ്കോപ്പില്ലെന്നും പറയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ നടക്കുന്നതൊക്കെ കേരളത്തിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നത് പോലെയാണ്. ഒരുപക്ഷെ തമാശയ്ക്കെങ്കിലും നമുക്ക് പറയാൻ കഴിയും, നരേന്ദ്രമോദിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ഒരുപക്ഷെ പിണറായി വിജയൻ ആയിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഈ ഏറ്റവും ഒടുവിൽ വന്ന പൗരത്വ ഭേദഗതി ആ സമരവും അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ആദ്യം ഈ പിണറായി വിജയൻ പറഞ്ഞത് പൗരത്വ ഭേദഗതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കിയതാണ്. പൗരത്വ ഭേദഗതി വന്നു, അതിനോടനുബന്ധിച്ച് തടങ്കൽ പാളയം പണിയണമായിരുന്നു. ആദ്യം പണിതത് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന BJP നേതാവ് ഭരിക്കുന്ന BJP മുഖ്യമന്ത്രി ഭരിക്കുന്ന ആസാമിലായിരുന്നു. പിന്നീട് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സംസ്ഥാനത്തിൽ തടങ്കപ്പാളയം വന്നിട്ടുണ്ടെങ്കിൽ അത് പിണറായി ഭരിക്കുന്ന കേരളത്തിലാണ്, തൃശ്ശൂരും പിന്നെ കൊല്ലത്തും. ഇതൊക്കെ നാം കാണാതെ പോകരുത്. ഇപ്പോൾ പറയുന്നത് പൗരത്വ ഭേദഗതി ബിൽ നടപ്പാക്കില്ല, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. പക്ഷേ മോദി ഒന്ന് ഉത്തരവിട്ടാൽ ആദ്യം നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി മാറിയിരിക്കുന്നു. യോഗി പോലും അല്പം താമസിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നതെന്ന് പറയേണ്ടി വരും. ഏതായാലും കാര്യങ്ങളിപ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വവും മോഡിയുമൊക്കെ നിശ്ചയിക്കുന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെയാണ് ജനങ്ങളെ പറ്റിക്കാനായി BJP വിരുദ്ധത പറയുന്നത്. പറ്റിച്ച് കിട്ടുന്ന വോട്ടും കൊണ്ട് എവിടെ പോകാനാണെന്ന് ജനം തിരിച്ചു ചോദിക്കുന്ന സമയം വരുമ്പോഴേക്കും എല്ലാം തീർന്നിരിക്കും. ഇത് ന്യൂസ് ഞങ്ങളുടെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.